കള്ളിക്കാട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൻ്റെ നേതൃത്വത്തിൽ ഫ്രഷേഴ്സ് ഡേ ആഘോഷിച്ചു. ചെയർമാൻ ശ്യാം ലൈജു, അഡ്മിൻ സുനിൽകുമാർ, പ്രിൻസിപ്പൽ തുഷാര, മാനേജർ ഷൈനി, വൈസ് പ്രിൻസിപ്പൽ ഗ്രീഷ്മ തുടങ്ങിയവർ നവാഗതരെ സ്വീകരിച്ചു. കുട്ടികൾക്കായി മികച്ച പഠന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ചെയർമാൻ ശ്യാം ലൈജു പറഞ്ഞു. മികച്ച അച്ചടക്കമുള്ള കുട്ടികളായി പുതുതായി എത്തിയവർ വളരണമെന്നും ഇവർ പറഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജില് ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. അതായത് പുതിയ ബാച്ചിലേക്ക് 2025-26 ബാച്ചിലേക്ക് ഏകദേശം 45ഓളം വിദ്യാർത്ഥികളുടെ ഫ്രഷേഴ്സ് ഡേ ആയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ ആഘോഷിക്കുകയാണ്. ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഗവൺമെന്റ് ഓഫ് കേരള LBSന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കോഴ്സുകളുമാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള LBSന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിനുമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ വർഷത്തിലേക്കാണ് നമ്മുടെ കോളേജ് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് പുതിയ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിയറി ക്ലാസ്സുകൾ നമ്മുടെ കോളേജിലും അതുപോലെ പ്രാക്ടിക്കൽ എല്ലാം നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി വലിയ വലിയ ഹോസ്പിറ്റലുകളിലാണ് പ്രാക്ടിക്കൽ എല്ലാം കൊടുക്കുന്നത്. നമ്മുടെ നെയ്യാർ മെഡിസിറ്റി, അതുപോലെ തന്നെ PRS, അതുപോലെ റോളൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സരസ്വതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അനന്തപുരി ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാർഡിയക് കെയർ ആയാലും ഡയാലിസിസ് ടെക്നീഷ്യൻ ആയാലും OT ടെക്നീഷ്യൻ ആയാലും അതുപോലെ റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആയാലും ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകൾക്കും പ്രാക്ടിക്കല് വലിയൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ടെക്നീഷ്യന്മാരായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എല്ലാ എക്സാമുകൾക്കും ബിരുദത്തിന് തുല്യമായിട്ട് ഈ ഡിഗ്രി തന്നെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എബ്രോഡ്, ഇന്ത്യക്ക് പുറത്ത് അവർക്ക് ജോലിക്ക് അനന്തമായിട്ടുള്ള സാധ്യതകളാണ്. മിനിമം സ്റ്റാർട്ടിംഗ് തന്നെ 1.5-2 ലക്ഷം രൂപ സാലറിയോടുകൂടി തന്നെ വിദേശത്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കറിയാം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പോലുള്ള മദർ പോർട്ടുകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതായത് ലോജിസ്റ്റിക്സ് മേഖലയിൽ അസാധ്യമായ സാധ്യതകളാണുള്ളത്. അത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള LBSന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇതായിട്ടുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ടർ സ്കിൽ ഇന്ത്യയുടെ എല്ലാ അഗ്രിമെന്റോടും കൂടി ഇവർക്ക് കോഴ്സ് പൂർത്തിയാകുന്നവർക്ക് പ്ലേസ്മെന്റ് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ നടത്തി കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കോളേജ് സൈഡിൽ നിന്ന് അവർക്ക് ചെയ്യുന്നു. അപ്രന്റീസ്ഷിപ്പ് നിയമനമായിട്ട് ഇവിടെ നിന്ന് നിയമിച്ച് അവരെ സ്ഥിരമായിട്ട് പ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് കോളേജ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമുക്കറിയാം ഇനി വരുന്ന ആളുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സും LBSന്റെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഷോർട്ട് ടൈം കോഴ്സായിട്ട് ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ LBSന്റെ എല്ലാ കോഴ്സുകളും ഇവിടെ ഉണ്ട്. നമ്മൾ വെക്കേഷൻ ടൈമിലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ അനന്തമായിട്ടുള്ള ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
നല്ല റിട്ടയർഡ് ആയിട്ടുള്ള വലിയ വലിയ ഡോക്ടേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം PSC മെമ്പർ ആയിരുന്ന ഡോക്ടർ രാജൻ സാർ ഉൾപ്പെടെയുള്ള വലിയ വലിയ ഫാക്കൽറ്റീസ് നമ്മുടെ കോളേജിൽ ക്ലാസ് എടുക്കുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ പറയുന്നത് കേരളത്തിൽ തന്നെ, കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2nd റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള PhD കാര്യമാണ് ഡോക്ടർ തുഷാര മാഡം. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിലും വളരെ വളരെ വിപുലമായിട്ടുള്ള വലിയ ഹോസ്പിറ്റലുകളിലുള്ള ടെക്നീഷ്യന്മാർ വന്നാണ് ടെക്നിക്കൽ സൈഡുള്ള, ഇപ്പൊ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയാലും കാർഡിയക് കെയർ ടെക്നീഷ്യൻ ആയാലും OT ടെക്നീഷ്യൻ ആയാലും അതുപോലെ റേഡിയോളജിസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഇങ്ങനെയുള്ള കോഴ്സുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഫാക്കൽറ്റീസ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത് MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കഴിഞ്ഞ ഫാക്കൽറ്റീസ് ആണ് എടുക്കുന്നത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ എല്ലാ കോഴ്സുകളും പഠിപ്പിക്കുന്നത് നല്ല പ്രാവീണ്യം ലഭിച്ച, നല്ല രീതിയിൽ അറിവുള്ള, നല്ല റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അത് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ നല്ലൊരു സാഹചര്യം ഒരുക്കുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും നമ്മുടെ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ഭാവിക്ക് ചിറക് നൽകുവാനായിട്ട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിനെ സമീപിക്കുക. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ ബാച്ചിന്റെ ഫ്രഷേഴ്സ് ഡേ ഇന്ന് നടന്നു. നാളെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 10-ാം തീയതി മുതൽ റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.